ഇത്രയും കാലം ലെബനൻ എന്ന രാജ്യത്തിനകത്ത് ഒരു രാജ്യമായി, എ സ്റ്റേറ്റ് വിതിൻ എ സ്റ്റേറ്റ് ആയി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹെസ്ബുള്ള ഇന്ന് ഇസ്രായേലിൻ്റെ നിരന്തരമായ പ്രഹരമേറ്റ് തളർന്നു കിടക്കുകയാണ്. ഓഗസ്റ്റിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലെബനൻ സന്ദർശിച്ചപ്പോൾ ലെബനനിൽ വീണ്ടും ഫ്രഞ്ച് മാൻഡേറ്റ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് 50,000-ലധികം ആളുകൾ ഒരു നിവേദനത്തിൽ ഒപ്പിട്ടിരുന്നു. അന്ന് 2020 ഓഗസ്റ്റിലെ ബെയ്റൂട്ട് സ്ഫോടനത്തിന് ശേഷം മാക്രോൺ ലെബനനിൽ നടത്തിയ സന്ദർശന വേളയിലാണ് ഒരു ഓൺലൈൻ നിവേദനത്തിൽ ആയിരങ്ങൾ ഒപ്പിട്ടത്. ബെയ്റൂട്ട് തുറമുഖ ഗോഡൗണിൽ നിയമവിരുദ്ധമായി സൂക്ഷിച്ചിരുന്ന ഏകദേശം 2,750 ടൺ അമോണിയം നൈട്രേറ്റ് ആയിരുന്നു ആ സ്ഫോടനത്തിന് കാരണമായത്. ലെബനനിലെ സമകാലിക അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒന്നായാണ് ഞാൻ ഇന്ന് ആ നിവേദനത്തെ കാണുന്നത്. ഫ്രാൻസിൽ നിന്നും സ്വതന്ത്രമായ ലെബനൻ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് സ്വിറ്റ്സർലാൻഡ് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്നായിരുന്നു. ആ രാജ്യത്തെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചത് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടമാണ്. 1979 ഇറാൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ഒരു ഷിയ ഖിലാഫത്ത് സ്ഥാപിച്ച ഷിയ മുല്ലമാരുടെ വലിയ സ്വപ്നമായിരുന്നു മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കുക എന്നത്. അവർക്ക് അതിനുള്ള ഒരു ടൂൾ മാത്രമായിരുന്നു പലസ്തീൻ പ്രശ്നം എന്നത്. മേഖലയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി അതായത് ഇറാനിലെ ഷിയാക്കളാണ് പലസ്തീനികൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നതാണ് അവരുടെ അന്നത്തെ ആ ശ്രമത്തിൻ്റെ ഭാഗമായി അവർക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ചും ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ സുന്നി രാജ്യങ്ങൾ ഇസ്രായേലുമായി സമാധാന ഉടമ്പടി ഒപ്പിട്ടത് ഇത്തരമൊരു ആഖ്യാനം സൃഷ്ടിക്കുവാൻ എളുപ്പമാണ് എന്നാണ് ഇറാൻ കരുതിയത്. കാരണം സുന്നികളൊക്കെ ഇപ്പോൾ ഒഴിവായി, ഇനിയിപ്പം ഷിയാക്കൾ മാത്രമാണ് പലസ്തീനെ രക്ഷപ്പെടുത്താൻ വരുന്നത്. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാനും മിഡിൽ ഈസ്റ്റിലൊരു ഷിയ ക്രസൻറ്റ്, അതായത് മിഡിൽ ഈസ്റ്റിനെ ഇറാൻ്റെ അധീനതയിൽ കൊണ്ടുവരിക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയുള്ള ഇറാൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു അസറ്റായിരുന്നു ലെബനൻ എന്ന കൊച്ചു രാജ്യം. അതിനുവേണ്ടി ഇറാൻ തയ്യാറാക്കി ഒരുക്കിയിരുന്ന ഒരു പോരാളി സൈന്യം, മിലീഷ്യ ആയിരുന്നു ഹെസ്ബുള്ള എന്ന ഷിയ സംഘടന. പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി എന്നതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ഇത്രയും കാലം ലെബനൻ എന്ന രാജ്യത്തിനകത്ത് ഒരു രാജ്യമായി, എ സ്റ്റേറ്റ് വിതിൻ എ സ്റ്റേറ്റ് ആയി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹെസ്ബുള്ള ഇന്ന് ഇസ്രായേലിൻ്റെ നിരന്തരമായ പ്രഹരമേറ്റ് തളർന്നു കിടക്കുകയാണ്. തങ്ങളുടെ യജമാനായ ഇസ്ലാമിക റിപ്പബ്ലിക്ക് തന്നെ അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൻ്റെ ഫലമായി നേതൃത്വവും സൈനിക ശക്തിയും ഒക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ലെബനനകത്ത് തന്നെ സുന്നി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഹെസ്ബുള്ളക്ക് എതിരെ ആണ് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ലെബനൻ ചർച്ച അമേരിക്കയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത്. ഔദ്യോഗികമായി ഇസ്രായേലും ഹെസ്ബുള്ളയും തമ്മിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ട് എങ്കിലും സംഘർഷത്തിന് പൂർണ്ണമായും അയവ് വന്നിട്ടില്ല എന്നതാണ് വസ്തുത.
വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടി എന്നാണ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഹെസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഡിമാൻഡ്. എന്നാൽ അതിനുള്ള ശക്തി ലെബനീസ് ഗവൺമെൻറ്റിനോ അവരുടെ ഔദ്യോഗിക പട്ടാളത്തിലോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹെസ്ബുള്ളയെ നിരായുധീകരിക്കാൻ അമേരിക്കയുടെ സഹായം ഉണ്ടാവുമോ എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ലെബനൻ ചർച്ചയിലെ പ്രധാന ഔട്ട്കം ആയി ഇസ്രായേലും ലെബനനും പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. എല്ലാം പെട്ടെന്ന് എല്ലാം നേരെയാവും എന്ന പ്രതീക്ഷയൊന്നും ഞാൻ വെച്ച് പുലർത്തുന്നില്ല. ഇസ്രായേലിന് എതിരെ ഇറാനിലെ ആയത്തുള്ള ഭരണകൂടം ഒരുക്കി നിർത്തിയിരുന്ന ഹെസ്ബുള്ളയുടെ ഭാവി എന്താവുമെന്ന് പ്രവചിക്കാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല. ഏതായാലും ആ സംഘടന, ആ ഭീകര സംഘടനയുടെ ആരംഭം 1980കളിലാണ്. യാസർ അറഫാത്തിൻ്റെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ ജോർദാനിൽ നിന്നും പുറത്താക്കിയപ്പോൾ അവർ ലെബനനെയാണ് പുതിയ ആസ്ഥാനമാക്കി മാറ്റിയത്. അന്ന് തൊട്ട് ലെബനൻ്റെ കഷ്ടകാലവും തുടങ്ങിയെന്ന് പറയാം. ഇസ്രായേലിനെതിരെയുള്ള സായുധ സമരത്തിന് ലെബനൻ പ്രദേശത്തെ ഉപയോഗിക്കാൻ പലസ്തീൻ പോരാളികളെ അനുവദിക്കാനുള്ള കരാറിൽ 1969 ലെബനൻ അധികാരികൾ ഒപ്പിട്ടത് തൊട്ട് ലെബനന് അതിൻ്റെ പരമാധികാരം, സോവറിനിറ്റി നഷ്ടപ്പെട്ടു എന്നതാണ് വസ്തുത. പിന്നീട് ബാഹ്യശക്തികളുടെ പ്രവർത്തന മേഖലയായി ആ രാജ്യം മാറി. PLO, അതായത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, നിരന്തരമായി ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചപ്പോൾ 1978 ഇസ്രായേൽ സൈന്യം ലെബനിൽ അധിനിവേശം നടത്തുകയും പിന്നീട് 1982 അധിനിവേശത്തിൽ PLO പോരാളികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ സമാധാന സംരംഭത്തിൻ്റെ ഭാഗമായി PLOയെയും അറഫാത്തിനെയും ലെബനിൽ നിന്ന് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് മേൽനോട്ടം വഹിക്കാൻ അമേരിക്കയും ഫ്രാൻസും 1983 ലെബനനിൽ അവരുടെ സൈന്യങ്ങളെ വിന്യസിച്ചു. എന്നാൽ 1983 ഒക്ടോബർ 23 ബെയ്റൂട്ടിൽ നടന്ന ബോംബാക്രമണത്തിൽ 243 അമേരിക്കൻ സൈനികരും 58 ഫ്രഞ്ച് പട്ടാളക്കാരും കൊല്ലപ്പെടുകയുണ്ടായി. ആ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകനായിരുന്നു ഇമാദ് മൊഗിനിയ. അറഫാത്തിന് വേണ്ടി അടുത്ത് പ്രവർത്തിച്ച ആളായിരുന്നു. ഒരു ഷിയ ആണ്. ആ മുഗ്നിയാണ് പിന്നീട് ഹെസ്ബുള്ളയുടെ പ്രധാന മിലിറ്ററി കമാൻഡർ ആവുന്നത്. ആന്തരികമായി ശിഥിലീകരിക്കപ്പെട്ട ലെബനനെയാണ് ഇറാൻ അതിൻ്റെ ഷിയ ക്രസൻറ്റ് സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രവേശന കവാടമായി തിരഞ്ഞെടുത്തത്. മേഖലയിൽ കടക്കാനുള്ള ഒരു നല്ല പാസ്സായിരുന്നു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം. ആ പാസ് ഉപയോഗിച്ചാണ് ഇറാൻ ലെബനനിൽ കാലുകുത്തുന്നത്, ഹെസ്ബുള്ള എന്ന പ്രോക്സി വഴി. ഇറാൻ്റെ ഈ പ്രോക്സിയാണ് യഥാർത്ഥത്തിൽ ലെബനനെ നിയന്ത്രിച്ചിരുന്നത് അടുത്ത കാലം വരെ. ഇപ്പോഴും അവരുടെ സ്വാധീനമൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഹെസ്ബുള്ളക്ക് ലെബനനിലെ ഗവൺമെൻറ്റിൽ ആരോഗ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ 2 ക്യാബിനറ്റ് പദവികളും അതിൻ്റെ ഷിയ സഖ്യകക്ഷിയായ അമൽ പാർട്ടിക്ക് ധനമന്ത്രി സ്ഥാനം ഉൾപ്പെടെ 3 ക്യാബിനറ്റ് പദവികളും ഉണ്ട്. ഹെസ്ബുള്ളയുടെ തുടക്കത്തിൽ അവരുടെ പ്രധാന ലക്ഷ്യം ലെബനനെ ഇറാനിലെ ഷിയ ഇസ്ലാമിക റിപ്പബ്ലിക്കുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു.
അല്ലാതെ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നതായിരുന്നില്ല. കുറേ ഇസ്ലാമിക റിപ്പബ്ലിക്കുകളിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് 1986 ഹെസ്ബുള്ളയുടെ അന്നത്തെ യുവ നേതാവായിരുന്ന ഹസൻ നസ്രല്ല ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരേ ഒരു കേന്ദ്ര ഭരണകൂടം നിയന്ത്രിക്കുന്ന ഒരു ഏക ഇസ്ലാമിക ലോകത്തിനാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞതാണ്, മുസ്ലിം ലോകത്താകെ നിലനിൽക്കുന്ന അതിർത്തികളെ കൃത്രിമമായാണ് അദ്ദേഹം കണ്ടത്. അതൊരു കൊളോണിയലിസ്റ്റ് പ്രോജക്റ്റാണ് എന്നാണ് നസ്രല്ല കണ്ടത്. ആയതിനാൽ ഈ അതിർത്തികൾ അപ്രത്യക്ഷമാവുക തന്നെ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഹെസ്ബുള്ള ഉണ്ടായത് ലെബനനെ മോചിപ്പിക്കാനല്ല, മറിച്ച് അമേരിക്കക്കും പാശ്ചാത്യ ലോകത്തിനും എതിരെ ഇസ്ലാമിസ്റ്റ് ഇറാൻ നയിക്കുന്ന ഒരു ആഗോള പോരാട്ടത്തിൻ്റെ കരങ്ങളിലൊന്ന് ആവാനാണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ പോലെ ഹെസ്ബുള്ളയുടെയും അക്കാലത്തെ പ്രധാന ടാർഗറ്റ് അമേരിക്കയായിരുന്നു. രണ്ടാമതാണ് ഇസ്രായേൽ. ബെയ്റൂട്ടിലുള്ള അമേരിക്കക്കാരെയും മറ്റ് പാശ്ചാത്യരൊക്കെ കിഡ്നാപ്പ് ചെയ്യുകയും പിന്നീട് അവരെ വിട്ടുകിട്ടാൻ പകരമായി ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഇറാന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു അമേരിക്ക. 1980-കളിലായിരുന്നു ഇത്. ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്ന ഒരു കാലം. റൊണാൾഡ് റെയ്ഗൻ ആയിരുന്നു അന്നത്തെ US പ്രസിഡൻറ്റ്. US നേരിട്ട് ഇറാനിലേക്ക് ആയുധം വിറ്റാൽ ഒരു രാഷ്ട്രീയ വിവാദം ആകും എന്നതിനാൽ അത് ഒഴിവാക്കാൻ ഇസ്രായേൽ ഇറാനിലേക്ക് ആയുധങ്ങൾ അയച്ചു കൊടുക്കുകയും ഇറാൻ അതിന് പണം നൽകുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചത്. യുദ്ധത്തിൽ സദ്ദാം ഹുസൈൻ ജയിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഭീഷണിയാവും എന്ന് മനസ്സിലായ ഇസ്രായേലിന് ആ യുദ്ധത്തിൽ ഇറാൻ ജയിക്കുന്നതിലായിരുന്നു താല്പര്യം. എന്നാൽ ഇറാൻ സ്വപ്നം കണ്ടത് ഇറാഖിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കലായിരുന്നു. അതായത് ഈ ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ഒരു സാറ്റലൈറ്റ്. പക്ഷേ അതൊന്നും നടന്നില്ല. 1988 യുദ്ധം അവസാനിച്ചപ്പോൾ ഇറാനിലെ അതിർത്തി പ്രദേശത്തെ കുറേ സ്ഥലങ്ങൾ സദ്ദാം ഹുസൈൻ പിടിച്ചെടുത്തിരുന്നു. ഇറാൻ്റെ ആ പരാജയത്തോടെയാണ് 7-ാം നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക ലോകം അല്ലെങ്കിൽ ഇസ്ലാമിക മിഡിൽ ഈസ്റ്റ് പുനഃസൃഷ്ടിക്കണമെന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ആയത്തുള്ളമാർ ചുവട് മാറ്റുന്നത്. അതായത് ഇസ്ലാമിക വിപ്ലവം മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കണം എന്ന്. അതിനുള്ള ഒരു ആദ്യ പരീക്ഷണശാലയായിട്ടാണ് അവർ ലെബനനെ തിരഞ്ഞെടുത്തത്. ചുരുക്കി പറഞ്ഞാൽ ഹെസ്ബുള്ളയെ കണ്ട് ഇറാൻ നടത്തിയ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഒക്ടോബർ 7 ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഹെസ്ബുള്ളക്കെതിരെ ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ്റെ ഭാഗമായി ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും 15 കിലോമീറ്റർ ലെബനൻ പ്രദേശം ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇന്ന്. ഹെസ്ബുള്ള തുടങ്ങിവെച്ചതാണ് ഈ യുദ്ധം. ഹമാസിൻ്റെ ഭീകര ആക്രമണത്തിൻ്റെ തൊട്ട് പിറ്റേന്ന് ഒക്ടോബർ 8-ാം തീയതി ഹെസ്ബുള്ള 100 കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അയച്ചത്. ഇതൊരു വസ്തുതയാണ്. ഇറാൻ്റെ ഇസ്ലാമിസ്റ്റ് ലക്ഷ്യത്തിനായി രൂപം കൊണ്ട ഹെസ്ബുള്ളയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ ഭീകര സംഘടന എന്ന നിലയിലുള്ള അതിൻ്റെ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്നുണ്ട്. ഓസ്ട്രിയയിലെ ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ ഓൺ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു തിങ്ക് ടാങ്ക് ഈ അടുത്ത ദിവസം പുറത്തുവിട്ട അതിൻ്റെ പുതിയ റിപ്പോർട്ടിൽ എങ്ങനെയൊക്കെയാണ് യൂറോപ്പിൽ ഹെസ്ബുള്ള അതിൻ്റെ
സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മയക്കുമരുന്ന് കള്ളക്കടത്ത് മുതൽ ആർട്ട് വ്യാപാരം, അതായത് കലാരൂപങ്ങളുടെ വിൽപ്പന വരെയുള്ള വിവിധ തരം പ്രവർത്തനങ്ങളിലൂടെയാണ് ഹെസ്ബുള്ള അതിൻ്റെ സൈനിക സന്നാഹങ്ങൾക്കുള്ള പണം സ്വരൂപിക്കുന്നത്. അമേരിക്കയുടെ എസ്റ്റിമേറ്റ് പ്രകാരം $1 ബില്യൺ ആണ് ഹെസ്ബുള്ളയുടെ വാർഷിക ബജറ്റ് എന്നത്. അതിൻ്റെ 30% വരുന്നത് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയാണ് എന്നാണ് വെളിപ്പെടുത്തൽ. ഹെസ്ബുള്ളയുടെ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ എന്ന ഗ്രൂപ്പിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ബിസിനസ് അഫയേഴ്സ് കോമ്പോണൻറ്റ് BAC അതുവഴിയാണ് ഈ നിയമവിരുദ്ധ മാർഗങ്ങൾ നടത്തുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. BACക്കാവട്ടെ ലാറ്റിൻ അമേരിക്കയിലെ ഡ്രഗ് കാർട്ടലുകളുമായി അടുത്ത ബന്ധവുമുണ്ട്. ഈ ഗ്രൂപ്പ് യൂറോപ്പിലും US-ലും മയക്കുമരുന്ന് വിൽപ്പനക്കുള്ള സഹായമൊരുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഈ പണം, ലാഭം സങ്കീർണമായ വ്യാപാര ഇടപാടുകളിലൂടെ വെളുപ്പിച്ച് മണി ലോണ്ടറിങ് നടത്തി ലെബനനിലേക്ക് പണം തിരിച്ചെത്തിക്കുന്നു. ഈ പണം വെളുപ്പിക്കാൻ ആർട്ട് മാർക്കറ്റ് പോലും ഉപയോഗിക്കുന്നു എന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനായി ബെയ്റൂട്ടിലുള്ള നാസം സെയ്ദ് അഹമ്മദ് എന്ന ആർട്ട് ഡീലറാണ് ഈ പ്രവർത്തനത്തിൻ്റെ പ്രധാന കണ്ണി എന്നാണ് റിപ്പോർട്ടിൻ്റെ കണ്ടെത്തൽ. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്നവർക്ക് $10 മില്യൺ റിവാർഡാണ് അമേരിക്ക ഓഫർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ക്രിപ്റ്റോ കറൻസിയിലൂടെയുള്ള ഇടപാടുകളും ഹെസ്ബുള്ള പണസമ്പാദനത്തിനും അതുപോലെ മണി ലോണ്ടറിങ്ങിനും ഉപയോഗിക്കുന്നു എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. വളരെ വിശദമായൊരു റിപ്പോർട്ടാണത്. ഇത്തരം ഭീകര സംഘടനകൾക്ക് അവരുടെ പ്രവർത്തന ഓപ്പറേഷനുകൾ നടത്താൻ കഴിയുന്നതിനുള്ള അവരുടെ റിസോഴ്സുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ലെബനൻ ചർച്ചകളിൽ ഹെസ്ബുള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.